ഹായ് ഹലോ ഇറ്റ്സ് മീ ലക്ഷ്മി. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതി എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ എല്ലാം എപ്പോഴും പറയാറുണ്ട് കേട്ടോ, എല്ലാവരും വീഡിയോസും വ്ളോഗ്സും ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ ലാസ്റ്റാണ് ചാനലിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ പറയാം. അമ്മ എന്തിനാ ഇതിപ്പോൾ ആദ്യമേ പറയാറുണ്ട്. അത് ഫസ്റ്റ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ശീലമായിപ്പോയി, അതുകൊണ്ടാണ്. പിന്നെ ഉണ്ടല്ലോ, ഞാനൊക്കെ പണ്ട് ഈ ബസ്സിലൊക്കെ കയറി എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേനും ഉണ്ടല്ലോ, ഇതുപോലുള്ള എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാൻ ഈ ബസ്സിൽ കയറാൻ ബസ്സിൻ്റെ സൈഡ് സീറ്റിൽ ഇരിക്കാനാണ് എപ്പോഴും ഇഷ്ടം കേട്ടോ. ഫസ്റ്റ് ചാടി കയറി സൈഡ് സീറ്റ് പിടിക്കും. പിന്നെ ഈ ബസ്സിൽ പാട്ട് ഇട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, പണ്ടത്തെ പ്രൈവറ്റ് ബസ്സിലൊക്കെ എപ്പോഴും പാട്ടൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ചിൽ പോകാറുള്ളത്. അപ്പോഴത്തേനും ബസ്സിൽ പാട് തുടങ്ങുമ്പോഴത്തേനും ഞാൻ സൈഡിൽ നിന്ന് പാട്ടൊക്കെ തുടങ്ങും. അപ്പോൾ എൻ്റെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഞാൻ പാടാന്ന് മറ്റാർക്കും കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ബസ്സിൻ്റെ ആ ഒരു സ്പീഡും പുറത്തുനിന്നുള്ളൊരു കാറ്റും പിന്നെ ബസ്സിലിട്ടിട്ടുള്ള പാട്ടും നമ്മുടെ മൈൻഡിൽ വരണം. ആ പാട്ടും കൂടെ ആകുമ്പോഴത്തേനും നല്ലൊരു കോമ്പോസിഷനായിട്ട് ഇങ്ങനെ പോണ പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ വലുതായപ്പോൾ വിചാരിച്ചിട്ടുണ്ട്, ഈശ്വര ഞാൻ ഈ അലറിയതൊക്കെ ബസ്സിലുള്ള എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, മോശമല്ലേ. പിന്നെ വലുതാകുമ്പോൾ നമ്മളെല്ലാവർക്കും ഒന്നും അറിയാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ ഇങ്ങനെ ബസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ബസ്സിൻ്റെ സൈഡിൽ കൂടെ താഴത്തെ റോഡിലോട്ട് ഇങ്ങനെ നോക്കിയിട്ട് റോഡും ബസ്സും കൂടെയുള്ള ഓട്ടം ഉണ്ടല്ലോ, അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെയുള്ളത്, നല്ല മുടിയൊക്കെയുള്ള ചേച്ചിമാരൊക്കെ കയറുമ്പോൾ ബസ്സിൽ കയറുമ്പോൾ മുടി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കാറ്റിലിങ്ങനെ പറന്ന് കളിക്കില്ല, അത് കാണാൻ നല്ല ഭംഗിയല്ലേ. എനിക്കൊക്കെ അന്ന് മുടി കുറവായിരുന്നു, നല്ല ചുരുണ്ടിട്ടുള്ള മുടിയായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ സ്ട്രെയിറ്റ് ചെയ്ത് കോലത്തിലാക്കിയതാണ്. അപ്പോൾ ഈ മുടി ഇങ്ങനെ പറക്കും. എൻ്റെ മുടിയൊന്നും പറക്കത്തേ ഇല്ല, ചുരുണ്ട് ഇങ്ങനെ അട്ട കിടക്കും പോലെ ഇങ്ങനെ കിടക്കണം കേട്ടോ. അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ പിടിച്ച് ഫ്രണ്ടിലൊക്കെ ഇട്ടിട്ട് ഇച്ചിരിയൊക്കെ ഇങ്ങനെ ആട്ടിയൊക്കെ നോക്കും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ഊതി ആട്ടിയൊക്കെ നോക്കാറുണ്ട്. അതൊക്കെ ഭയങ്കര ഒരു ബസ്സിൽ കയറുമ്പോൾ ഒരു ഭയങ്കര ഒരു ഫീലിങ്സും പഴയ മെമ്മറീസും ഒക്കെയാണ്. പിന്നെ ഈ സൈഡിലിരുന്ന് ഈ വായി നോക്കും, പല സ്ഥലങ്ങളും കാടും ചക്കയും മാങ്ങി അതും ഇതും കടകളും പിന്നെ തോടും വയലും വരുമ്പം കിളിയും പക്ഷിയും വഴി കൂടെ പോണ കണ്ണതും കടിയതും ഒക്കെ ഇങ്ങനെ വായി നോക്കിയൊക്കെ ഇരുന്ന് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ സ്ഥലം എത്തിയതും അറിയത്തില്ല. ഭയങ്കര ഒരു എന്തോ ഒരു വല്ലാത്തൊരു ഫീലിങ്സ് അല്ലേ. എല്ലാവർക്കും തോന്നിയിട്ടില്ല, അത് എനിക്ക് മാത്രമേ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം.